ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും എത്ര നല്ല ബോഡി ബിൽഡ് ചെയ്താലും നിങ്ങളിൽ ഈ ഒരു കാര്യം വീക്കാണെങ്കിൽ അപ്പോൾ നിങ്ങളെ ആരും തന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു പവർഫുൾ പേഴ്സണായിട്ട് മാറാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ കണ്ണുകളെ പറ്റിയാണ്, നിങ്ങളുടെ ഐ കോണ്ടാക്റ്റിനെ പറ്റിയാണ്. നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ വെറും 3 സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും. നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങൾക്ക് എത്ര റെസ്പെക്റ്റ് നൽകണം, എത്ര വാല്യൂ നൽകണം, അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണോ, ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനമാകും. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന 3 ഐ കോണ്ടാക്ട് മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് 99% ആളുകളും ചെയ്യുന്നുണ്ട്. ഇത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് വളരെ വീക്കാകുന്നത് ആൻഡ് മറ്റുള്ളവരുടെ മൈൻഡിൽ നിങ്ങളെപ്പറ്റി ഒരു അണ്ടർ കോൺഫിഡൻറ്റ് ഇമേജ് ക്രിയേറ്റ് ആകുന്നത്. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ 3 പവർഫുൾ ടെക്നിക്സ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് വളരെ പവർഫുൾ ആകും. ഇതിലൂടെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അട്രാക്റ്റ് ചെയ്യാനും ഡോമിനേറ്റ് ചെയ്യാനും സാധിക്കും. ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഒരു പവർഫുൾ ഓറ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. കാരണം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കോൺഫിഡൻസിനെയാണ് ഷോ ഓഫ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് വീക്കാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു വീക്ക് പേഴ്സണെ പോലെ കാണപ്പെടും. ആരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല. സോ നമുക്ക് ഫസ്റ്റ് മിസ്റ്റേക്കിനെ പറ്റി നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, ലുക്കിംഗ് ഡൗൺ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നിൽ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ ടീച്ചർ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ കണ്ണുകൾ എപ്പോഴും താഴേക്ക് നോക്കും. ആരെൻ്റെ മുമ്പിലേക്ക് വന്നാലും ഇതായിരുന്നു അവസ്ഥ. ഇതിലൂടെ എല്ലാവർക്കും ഞാൻ അണ്ടർ കോൺഫിഡൻ്റ് ആണെന്ന് മനസ്സിലായി. ഇതിലൂടെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് നിൽക്കാനും അവരോട് സംസാരിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഇതേ സെയിം മിസ്റ്റേക്ക് ഇന്ന് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ അവരെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾ നേരെ താഴേക്ക് പോകും ആൻഡ് എതിരെയുള്ള ആളെ അവർക്കൊന്നും നേരം പോലെ കാണാൻ പോലും സാധിക്കില്ല. ഇനി എന്തെങ്കിലും മറ്റുള്ളവർ ഇവരോട് സംസാരിക്കുകയാണെങ്കിലും അവരുടെ നോട്ടം എപ്പോഴും താഴേക്കായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ നമ്മളോട് എല്ലാവരും പറയുക, മുതിർന്നവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കരുത്, ഇത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതായിരിക്കും. ബട്ട് ഫ്രണ്ട്സ്, ഇങ്ങനെ ഒന്നുമില്ല. ഇതൊരു മിത്ത് മാത്രമാണ്. ഇതിലൂടെ കുട്ടികളുടെ സോഷ്യൽ ലൈഫ് സ്പോയിലാകുന്നു, അവരിൽ കോൺഫിഡൻസ് ഇല്ലാതാകുന്നു. അവർ വളർന്നു വലുതായാലും മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ സാധിക്കുന്നില്ല. സോ നിങ്ങൾക്ക് ഒരാളുടെ കണ്ണിൽ നോക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ വിചാരിക്കും ഇയാളൊരു ഫോളോവർ ആണെന്ന്, ഇയാൾക്ക് ഒരിക്കലും ഒരു ലീഡർ ആകാൻ സാധിക്കില്ല എന്ന്. ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും. ആരും നിങ്ങളെ കണ്ട് അട്രാക്റ്റ് ആകില്ല. ഫ്രണ്ട്സിന് നിങ്ങൾക്കും ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് മാറണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളിൽ ഓവർ തിങ്കിങ്, ലേസിനെസ് ഇതൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്യാനും നിങ്ങളിൽ ഡിസിപ്ലിൻ ഉറപ്പുവരുത്താനും നിങ്ങളിൽ ഒരു സ്ട്രോങ് ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ദിവസേന നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകൾ, സംശയങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ മെൻറ്ററോട് പങ്കുവയ്ക്കാനും സാധിക്കും. സോ ലൈഫിനൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം, ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 2, ക്വിക്ക്ലി അവേ. ഈ ഒരു മിസ്റ്റേക്ക് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ആയിട്ട് അവർ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ അവർ ഒന്ന് കണ്ണിൽ നോക്കി ഉടനെ താഴേക്ക് നോക്കും. ലൈക്ക് എതിരെയുള്ള ആൾ അവരുടെ എന്തോ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചതുപോലെ. ഒരു ഓക്വേർഡ് ഫീൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും. സോ ഒരാൾ നിങ്ങളെ കാണുമ്പോൾ ഒരു പവർഫുൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ അപ്പോൾ അവരുടെ കണ്ണിൽ നോക്കി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് ഹോൾഡ് ചെയ്യുക. കാരണം അവർ നിങ്ങളെ നോക്കുമ്പോഴൊക്കെ ആ ഒരു ഐ കോണ്ടാക്റ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിൽ തീരെ കോൺഫിഡൻസ് ഇല്ല, നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണെന്ന്. സ്കൂൾ ടൈമിൽ ടീച്ചേഴ്സ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ കണ്ണിലേക്ക് നോക്കും, ശേഷം സൈഡിലേക്ക് നോക്കും, അല്ലെങ്കിൽ താഴേക്ക് നോക്കും. ആ ഒരു സമയത്ത് ഞാൻ വളരെ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നും.
ഇതുപോലെ ഒരുപാട് ആളുകൾ ഇന്നും ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ആ ഒരു ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നു. മിസ്റ്റേക്ക് നമ്പർ 3, ബ്രേക്കിംഗ് ഫസ്റ്റ്. ഇന്ന് പല ആളുകൾക്കും കോൺഫിഡൻസോടു കൂടി ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. എന്നാൽ അവർക്ക് ഇതറിയില്ല ഐ കോണ്ടാക്റ്റ് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യണമെന്ന്. ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യണം? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആദ്യം തന്നെ ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സൈക്കോളജിക്കലി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നെർവസ് ആണ് എന്നുള്ളതാണ്. ഐ കോണ്ടാക്റ്റ് പ്രോപ്പറായി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. ഇതിലൂടെ നിങ്ങൾ നെർവസായും കാണപ്പെടില്ല, അണ്ടർ കോൺഫിഡൻ്റ് ആയും കാണപ്പെടില്ല. നേരെ മറിച്ച് നിങ്ങൾ കൂടുതൽ പവർഫുൾ ആൻഡ് അട്രാക്റ്റീവായി കാണപ്പെടും. ഇപ്പോൾ എല്ലാ സമയവും ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോഴൊക്കെ ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരാളുമായിട്ട് ഐ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അപ്പോൾ താഴേക്ക് നോക്കി ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. ജസ്റ്റ് സൈഡിലേക്കോ മേലേക്കോ നോക്കി ബ്രേക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എതിരെയുള്ള ആൾ വിചാരിക്കും നിങ്ങൾ എന്തോ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ മൈൻഡിൽ എന്തോ ഇമാജിൻ ചെയ്യുകയാണെന്ന്. പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയായിരിക്കും ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് 3 പവർഫുൾ ആയിട്ടുള്ള ഐ കോണ്ടാക്ട് ടെക്നിക്സ് പറഞ്ഞു തരാം. ഇതിലൂടെ ആരെയും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്പർ 1, സ്റ്റിക്കി ഐസ്. ഈ ഒരു ഐ കോണ്ടാക്ട് ടെക്നിക് എത്ര പവർഫുൾ ആണെന്നാൽ നിങ്ങളെ കണ്ട ആർക്കും നിങ്ങളെപ്പറ്റി പിന്നെ ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല. സ്റ്റിക്കി ഐസിൻ്റെ അർത്ഥം നിങ്ങളുടെ കണ്ണുകളെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം, ലൈക്ക് ഗ്ലൂ പോലെ, ഒരാളുടെ കണ്ണിൽ ഒട്ടിയ പോലെ. ഇതിൽ നിങ്ങൾ പെട്ടെന്ന് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പാടില്ല, അതുപോലെ പെട്ടെന്ന് ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യാനും പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, അവരുമായിട്ട് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പതിയെ അവരുമായിട്ട് ഐ കോണ്ടാക്റ്റ് വയ്ക്കുക. അതിനുശേഷം സ്റ്റിക്കി ഐസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് 5 സെക്കൻഡുകൾക്ക് അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിലൂടെ നിങ്ങളുടെ എതിരെയുള്ള ആൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ കൺസിസ്റ്റൻ്റ്ലി ആരെങ്കിലും നിങ്ങളെയും ഇതുപോലെ നോക്കിയാൽ നിങ്ങൾക്കും ഒരു ഡിസ്കംഫർട്ട് തോന്നില്ലേ? 5 സെക്കൻഡുകൾക്ക് ശേഷം പതിയെ ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുക. ശേഷം വീണ്ടും 5 സെക്കൻഡുകൾ കൂടി അവരുടെ കണ്ണിലേക്ക് നോക്കുക. ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള പേഴ്സൺ ഓട്ടോമാറ്റിക്കലി സബ്കോൺഷ്യസ്ലി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. അവർക്ക് മനസ്സിലാകും നിങ്ങൾ അവരെ ഡീപ്ലി അനലൈസ് ചെയ്യുന്നുണ്ട് എന്ന്. ഇതിലൂടെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നും. സ്ത്രീകൾക്ക് ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്. ഇപ്പോൾ ഒരു ആൺ വന്ന് ഒരു പെൺകുട്ടിയായിട്ട് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർ കുറച്ച് നെർവസായി മാറും, ഷൈ ആവും. അവരുടെ കണ്ണുകൾ താഴേക്കും സൈഡിലേക്കും നോക്കും ആൻഡ് അവർ വീണ്ടും നിങ്ങളെ തന്നെ നോക്കും. അങ്ങനെ ആ ഒരു ഐ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ആകും തോറും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇതെല്ലാം അവർ ശ്രദ്ധിക്കും. നമ്പർ 2, ഡോമിനൻ്റ് ഐ കോണ്ടാക്റ്റ്. നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരാൾ നിങ്ങളെ നിരന്തരമായി ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ഓറ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണമെന്നുള്ള ഒരവസ്ഥ വന്നിട്ടുണ്ടായിരിക്കും. ആളുകൾ നിങ്ങളെപ്പറ്റി മോശമായി സംസാരിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, കൂടുതൽ സംസാരിക്കുന്നത്, അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നത്, ഇതൊന്നും അവിടെ എഫക്റ്റീവ് ആകില്ല. ഇവിടേക്ക് ഒരു ഡോമിനൻ്റ് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമേ വർക്കാകൂ. ഇവിടെ നിങ്ങൾ സൈലൻ്റായി എതിരെയുള്ള ആളുകളുടെ കണ്ണിലേക്ക് തന്നെ നോക്കണം, അയാൾ ഐ കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് വരെ. ഫോർ എക്സാമ്പിൾ, ഒരാൾ നിങ്ങളെപ്പറ്റി മോശമായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതിലെ ഒരാൾ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സൈലൻ്റായി അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കണം. ഒരു എക്സ്പ്രഷനും നിങ്ങളുടെ ഫേസിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു പേഴ്സൺ പതിയെ അൺകംഫർട്ടബിൾ ആകാൻ തുടങ്ങും. അവരുടെ മനസ്സിൽ തോന്നും ഞാൻ എന്തോ തെറ്റായി പറഞ്ഞു എന്ന്. ആ ഒരു സൈലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഓക്വേർഡൻസ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അയാൾ ചെയ്യും. ഇതിലൂടെ പവർ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ അയാൾ പറയും ഞാൻ പറഞ്ഞത് തെറ്റാണ്, പറയാൻ പാടില്ലായിരുന്നു എന്ന്. അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാകും ഇയാൾ വളരെ പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് പേഴ്സൺ ആണെന്ന്. പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും മറ്റുള്ളവരോട് തർക്കിക്കാനോ അനാവശ്യമായിട്ട് സംസാരിക്കാനോ നിൽക്കില്ല. അവർ വെറും ഐ കോണ്ടാക്റ്റിലൂടെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും. ഇതിലൂടെ ആളുകൾ ഭയപ്പെടാൻ ആരംഭിക്കും. ഇതിനെയാണ് ഡോമിനൻ്റ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ വെറും ഐ കോണ്ടാക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ പവർ ഷോ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് എല്ലാ സ്ഥലത്തും വർക്കാകില്ല. ഇത് നന്നായി ചിന്തിച്ച് മാത്രം യൂസ് ചെയ്യുക. നമ്പർ 3, കൺട്രോൾഡ് ഐ.
ഐ കോണ്ടാക്റ്റിൻ്റെ അർത്ഥം ഒരാളുടെ കണ്ണിലേക്ക് തന്നെ തുറച്ചു നോക്കണം എന്നുള്ളതല്ല. നിങ്ങൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് ആർട്ടിഫിഷ്യലായി കാണപ്പെടും. സോ ഇതിലൂടെ ആളുകൾ നിങ്ങളെ പരിഹസിക്കാം. നിങ്ങൾ സിംഹത്തിൻ്റെ കണ്ണൊന്ന് നോക്കി നോക്കൂ. അതിൻ്റെ കണ്ണുകൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ഇത് വളരെ നോർമലായിട്ട് തോന്നാം, ബട്ട് അതിൻ്റെ ഐ കോണ്ടാക്റ്റ് വളരെ പവർഫുൾ ആയിരിക്കും. സോ നിങ്ങളുടെ കണ്ണുകളും വളരെ റിലാക്സ്ഡ് ആക്കി വയ്ക്കുക. ഒരിക്കലും അത് ആർട്ടിഫിഷ്യലായി തോന്നരുത്, നിങ്ങൾ ഫേക്കായി കാണിക്കുന്നത് പോലെ തോന്നരുത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ നോർമലാക്കി വയ്ക്കുക. നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ് സ്ട്രോങ് ആക്കി എതിരെയുള്ള ആളെ നോക്കുക. വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ വലുതാക്കി കാണിക്കാം, അഗ്രഷൻ കാണിക്കാം. ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഐ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്, മറ്റുള്ളവരെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങൾ പരുന്തിൻ്റെ കണ്ണ് നോക്കി നോക്കൂ. അതിൻ്റെ കണ്ണുകളിൽ അഗ്രഷൻ, ദേഷ്യം ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ കണ്ണുകൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഐ കോണ്ടാക്റ്റ് എത്ര സ്ട്രോങ് ആയിരിക്കും എന്നാൽ അതിൻ്റെ കണ്ണുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് വളരെ പവർഫുൾ ആണെന്ന്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ഒരു സൈനാണ്. നിങ്ങളുടെ ഉള്ളിൽ എത്ര കോൺഫിഡൻസ് ഉണ്ടെന്ന് നിങ്ങളുടെ കണ്ണുകളിലൂടെ അറിയാൻ സാധിക്കും. സോ നിങ്ങളുടെ കണ്ണുകളെ റിലാക്സ്ഡ് ആക്കി വയ്ക്കുക, നോർമലാക്കി വയ്ക്കുക. ഒരുപാട് റിയാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എക്സ്പ്രഷൻസിനെ നിങ്ങളുടെ കൺട്രോളിൽ വയ്ക്കുക. ഒരു ലൈറ്റായിട്ടുള്ള സ്മൈൽ കീപ്പ് ചെയ്യുക ആൻഡ് ഐ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതിലൂടെ ആരെയും നിങ്ങൾക്ക് മെൻ്റലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പവർ ആൻഡ് ഡോമിനൻസ് കാണിക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഒപ്പം ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.